കാർഷിക വാർത്തകൾ. ഉത്സവ ആവശ്യങ്ങൾക്കുള്ള കുരുമുളകിൻ്റെയും ഏലത്തിൻ്റെയും സംഭരണം ഉത്തരേന്ത്യൻ വ്യാപാരികൾ ഊർജിതമാക്കി. രാജ്യാന്തര റബ്ബറിൻ്റെ വിലത്തകർച്ച തുടരുന്നു. പിന്നിട്ട വാരങ്ങളിൽ ലഭ്യത കുറഞ്ഞതിനാൽ കുരുമുളക് നിരക്ക് ഉയർത്താനാണ് വാങ്ങലുകാരുടെ ശ്രമം. സ്റ്റോക്കിസ്റ്റുകളെ വിപണിയിലേക്ക് ആകർഷിക്കുന്ന തന്ത്രമാണിത്. ഓണാവശ്യങ്ങൾ മുന്നിൽ കണ്ട് ഇടുക്കി, വയനാട്, പത്തനംതിട്ട മേഖലകളിലെ കർഷകർ ചരക്കിറക്കാൻ താൽപ്പര്യം കാണിക്കുമെന്ന നിഗമനത്തിലാണ് അന്തർ സംസ്ഥാന വാങ്ങലുകാർ. എന്നാൽ കാർഷിക മേഖല കാര്യമായ തിടുക്കം പ്രകടിപ്പിച്ചിട്ടില്ല. അൺഗാർബിൾഡ് കുരുമുളക് കിലോ 653 രൂപയിലും ഗാർബിൾഡ് 673 രൂപയിലും വ്യാപാരം നടന്നു. രാജ്യാന്തര റബ്ബറിൽ അലയടിച്ച വിൽപ്പന സമ്മർദ്ദം മറ്റ് വിപണികളിലേക്കും വ്യാപിച്ചു. ജപ്പാനിൽ റബ്ബർ വില കിലോ 367 യെന്നിൽ നിന്നും 358 ഇടിഞ്ഞു. ബാങ്കോക്കിൽ 229 രൂപയിൽ നിന്നും 224 താഴ്ന്നു. ഇത് അവസരമാക്കി തായ്ലാന്റിലെ കയറ്റുമതി സമൂഹം ഷീറ്റ് സംഭരണം ശക്തമാക്കി. ഇന്ത്യൻ ടയർ കമ്പനികൾ 4ാം ഗ്രേഡ് ഷീറ്റ് വില 233 രൂപയിൽ നിന്നും 232 രൂപയാക്കി. ഏലക്കലേലത്തിൽ വീണ്ടും 500,000 കിലോ ചരക്ക് വിൽപ്പനയ്ക്കെത്തി. ഉത്സവ ദിനങ്ങളായതിനാൽ ഉത്തരേന്ത്യയിൽ നിന്നും ഏലത്തിന് ശക്തമായ പിന്തുണ ലഭിച്ചപ്പോൾ മികച്ച ഇനങ്ങളിൽ കയറ്റുമതിക്കാർ പിടിമുറുക്കി. വലിപ്പം കൂടിയ ഇനങ്ങൾ കിലോ 2600 രൂപയിലും ശരാശരി ഇനങ്ങൾ 2248 രൂപയിലും ലേലം നടന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കേരള ഗ്രോ ഉൽപ്പന്നങ്ങൾ ബ്രാൻഡഡ് ഷോറൂമുകളിലൂടെ വിപണിയിലെത്തിക്കും. 2000 കാർഷികോൽപ്പന്നങ്ങളാണ് കേരള ഗ്രോ ബ്രാൻഡിൽ പുറത്തിറക്കുന്നത്. നിലവിൽ കേരള ഗ്രോ ബ്രാൻഡിലെ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്കായി എല്ലാ ജില്ലകളിലും കേന്ദ്രങ്ങൾ തുറക്കും. കർഷക കൂട്ടായ്മകൾക്ക് ഇതിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താനാകും. കാർഷിക മേഖലയിൽ 2390 കോടി രൂപയുടെ പദ്ധതിക്ക് ഈ വർഷം തുടക്കമിടും. 1680 കോടി രൂപ ലോകബാങ്ക് സഹായമായി ലഭിക്കും. ബാക്കി തുക സംസ്ഥാന വിഹിതമാണെന്നും സംസ്ഥാന കൃഷിമന്ത്രി പി പ്രസാദ് വ്യക്തമാക്കി. കാർഷിക മേഖല വൈവിധ്യവൽക്കരണത്തിലേക്ക് കടക്കണമെന്നും മന്ത്രി പറഞ്ഞു. കാസർകോട് മൂളിയാറിൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ കശുമാങ്ങയുടെ പഴച്ചാറിൽ നിന്ന് പുറത്തിറക്കുന്ന ഒസിയാന കാർബണേറ്റഡ് പാനീയത്തിന്റെ ഓട്ടോമേറ്റഡ് ഫാക്ടറി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 300 മില്ലി ലിറ്ററിന്റെ 10,000 കുപ്പി ഒസിയാന പ്രതിദിനം ഉൽപ്പാദിപ്പിക്കാനാണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത്. കോർപ്പറേഷൻ തോട്ടങ്ങളിൽ വിളയുന്ന കശുമാങ്ങയിൽ നിന്നാണ് ഇത് ഉപയോഗിക്കുക. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. നാളികേരത്തിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഭക്ഷ്യമേഖലയിൽ മാറ്റം വരുത്തുമെന്ന് മന്ത്രി പി രാജീവ്. ലോക നാളികേര ദിനാഘോഷത്തിന്റെ ഭാഗമായി നാളികേര വികസന ബോർഡ് സംഘടിപ്പിച്ച പരിപാടിയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. നാളികേര മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് വലിയ ഡിമാൻഡാണുള്ളത്. ഇത് പ്രയോജനപ്പെടുത്തേണ്ടതുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ മന്ത്രി ഈ മേഖലയിൽ ചെറുകിട സംരംഭങ്ങൾ കൂടുതൽ സാധ്യമാകണമെന്നും വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന്റെയും നാളികേര വികസന ബോർഡിന്റെയും പദ്ധതികൾ ഏകോപിപ്പിച്ചുകൊണ്ട് നാളികേര ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് ഉപയോഗപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു. ഫുഡ് പ്രോസസ്സിംഗ് മേഖലയിൽ മൂല്യവർധനയ്ക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന കുറ്റ്യാടി കോക്കനട്ട് പാർക്ക് ഉടനെ പ്രവർത്തനക്ഷമമാകുമെന്നും മന്ത്രി പറഞ്ഞു. നന്മ എന്ന കേരള ബ്രാൻഡിനു കീഴിൽ നിലവിൽ 6 കമ്പനികളുടെ വെളിച്ചെണ്ണ വിപണിയിലുണ്ട്. എറണാകുളം ടൗൺ ഹാളിൽ വെച്ചു നടന്ന പരിപാടിയിൽ നാളികേര വികസന ബോർഡ് പദ്ധതികളുടെ ലഘുലേഖയും കേരഭാരതി എന്ന ഹിന്ദി പുസ്തകത്തിന്റെ പ്രകാശനവും പ്രദർശനമേളയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ജാതിയുടെ ഉൽപ്പാദനം ഇടിഞ്ഞതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കർഷകർ. സീസണായിട്ടും ജാതി വില ഉയർന്നില്ല. കനത്ത ചൂടും തുടർന്നുണ്ടായ കനത്ത മഴയും ജാതി ഉൽപ്പാദനത്തെ പിന്നോട്ടടിച്ചിരിക്കുകയാണ്. സീസൺ ആരംഭിച്ചിട്ടും 3 ആഴ്ചയ്ക്കിടയിൽ വില 75 രൂപ മാത്രമാണ് കൂടിയത്. മുൻവർഷത്തെ അപേക്ഷിച്ച് ജാതിക്ക് കിലോയ്ക്ക് 100 രൂപയും ജാതിപത്രി 350 രൂപ വരെയും ഇടിഞ്ഞിട്ടുണ്ട്. മെയ് ജൂലൈ മാസങ്ങളാണ് സംസ്ഥാനത്തെ ജാതി ഉൽപ്പാദന സീസൺ. വിദേശ വിപണിയിൽ ജാതിക്ക എത്തിയതും ഡിമാൻഡ് ഇടിവിനും വിലയിടിവിനും കാരണമായി. വിലയിടിവ് തുടരാനാണ് സാധ്യതയെന്നാണ് വിലയിരുത്തൽ. ഇലപ്പൊഴിച്ചിലും ചീയൽ രോഗങ്ങളും ജാതിക്കയെ വ്യാപകമായി ബാധിച്ചിട്ടുണ്ട്. വേനലിൽ ജാതിമരങ്ങൾക്ക് ഉണക്ക് ബാധിച്ചത് വരും വർഷങ്ങളിലെ ഉൽപ്പാദനത്തെ ബാധിക്കുമെന്ന ആശങ്ക കർഷകർക്കും ചരക്ക് സംഭരണക്കാർക്കുമുണ്ട്. മഴ മാറാതെ നിൽക്കുന്നതിനാൽ ജാതിക്കയും ജാതിപത്രിയും ഉണക്കിയെടുക്കുന്നതും വെല്ലുവിളിയാണ്.
ഫംഗസ് ബാധിക്കുമെന്നതിനാൽ സൂക്ഷിച്ചു വയ്ക്കാനുമാവില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: ജാതിക്ക 200 മുതൽ 240 വരെ, ജാതിപത്രി 400 മുതൽ 440 വരെ, ഗ്രാമ്പൂ 900 മുതൽ 1350 വരെ, വെളിച്ചെണ്ണ 16800, കൊപ്ര 11250, അടയ്ക്ക 30000 മുതൽ 33000 വരെ, കുരുമുളക് അൺഗാർബിൾ 65300, കുരുമുളക് ഗാർബിൾ 67300, ചുക്ക് 36000.